ടു ലെക്ചേഴ്സ് ആണല്ലോ. നമ്മൾ ടോട്ട്സിന്റെ ക്ലാസ് ആണ് എടുത്തോണ്ടിരുന്നത്. ലോ ഓഫ് ടോട്ട്സിൽ ക്ലാസ്സസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടു നോക്കാത്തവരാണ്, ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ട്സിന്റെ ക്ലാസ് ബാക്കിയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് പല തരത്തിലുള്ള ടോട്ട്സുകളെ കുറിച്ചാണ്, പല തരത്തിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടോട്ട്സുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പൊ ടോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിൽ ആയിട്ടുള്ള ഒരു റോങ് ആണ്, അതായത് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു റോങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാ? ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അപ്പൊ അതിൽ എന്തൊക്കെയാ വേണ്ടത്? ടോട്ടല് ഒരു വ്യക്തിയുടെ റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടോ ഒരു ഒമിഷനോ വഴിയായിട്ട്, അതായത് തെറ്റായ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതോ ഒമിഷനോ വഴിയായിട്ട് മറ്റൊരു വ്യക്തിക്ക് ലീഗൽ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവണം. ലീഗൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ റൈറ്റ്, നിയമപ്രകാരം അയാൾക്കുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടണം. അങ്ങനെ നിഷേധിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വ്യക്തിക്ക് പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ ആരാ? ഇഞ്ചുറി പറ്റിയ വ്യക്തി. ആ ലീഗലി ഇഞ്ചുറി പറ്റിയ വ്യക്തിയായ പ്ലെയിൻറ്റിഫിന്, പരാതി കൊടുക്കുന്ന ആൾക്ക്, ആ പ്ലെയിൻറ്റിഫിന് ഡിഫൻഡന്റ് ആയ ഓപ്പോസിറ്റ് വ്യക്തിക്ക് എഗനിസ്റ്റ് ആയിട്ട് ഡാമേജസിന് വേണ്ടി സ്യൂട്ട് കൊടുക്കാം. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേഷൻ. ഡാമേജസ് എസ് വന്നാൽ കോമ്പൻസേഷൻ ആണ്, നഷ്ടപരിഹാരത്തിനായി സ്യൂട്ട് കൊടുക്കാം. അപ്പൊ അതാണ് ടോർട്ട്. അപ്പൊ പലതരത്തിലുള്ള ടോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് അസോൾട്ട്, രണ്ട് ബാറ്ററി, മേഹീം, പിന്നെ അടുത്തത് ഫാൾസ് ഇംപ്രസ്മെന്റ്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ ഒന്നിച്ച് നോക്കേണ്ടതാണ്, അസോൾട്ടും ബാറ്ററി മേഹീമും. അപ്പൊ ഇത് മൂന്നും എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ടോർട്ടുകളായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിൽ വരുന്ന അല്ലെങ്കിൽ ശരീരത്തിന് എഗനിസ്റ്റ് ആയിട്ട് വരുന്ന ടോർട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ടോർട്ടുകളായിട്ടാണ് ഈ പറയുന്ന അസോൾട്ടിനെയും ബാറ്ററിനെയും മേഹീമിനെയും പറയുന്നത്. അപ്പൊ എന്താ അസോൾട്ട്, എന്താ ബാറ്ററി, എന്താണ് മേഹീം? സിംപ്ലി ഞാനൊരു എക്സാമ്പിൾ പറയാം, ഇത് ശ്രദ്ധിച്ചോളൂ. അതിനുശേഷം നമുക്ക് ആ ഒരു സെന്റൻസ് നോക്കാം. അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ചെരുപ്പ് ഊരിയിട്ട് ഒരാളെ തല്ലാനായിട്ട് ഓങ്ങുന്നു. ചെരുപ്പ് ഊരി കൈ പിടിക്കുക. അപ്പൊ അതുവഴിയായിട്ട് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു കസേര എടുത്ത് പൊക്കി പിടിക്കുകയാണ് അയാളെ തല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ മസിൽ ചുരുട്ടുക. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അയാളിൽ ഒരു അപ്രിഹെൻഷൻ, തോന്നൽ ഉണ്ടാക്കുന്നു. ഞാൻ ഇപ്പൊ അയാളിൽ ഒരു ഫോഴ്സ് ചെലുത്തും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എങ്കിൽ ഞാൻ ചെയ്തത് അസോൾട്ട് ആണ്. ഇനി ഞാൻ ഒറിജിനലി ചെരുപ്പെടുത്ത് അയാളെ എടുത്ത്, അല്ലെങ്കിൽ കസേര എടുത്തിട്ട് ആ കസേര എടുത്ത് അയാളെ എടുത്ത് എറിയുന്നു, അല്ലെങ്കിൽ ചെരുപ്പെടുത്ത് എറിയുന്നു, അയാളുടെ മുഖത്ത് കൊള്ളുന്നു, അങ്ങനെ ചെയ്ത് ഫോഴ്സ് ഉപയോഗിച്ച് അയാൾക്കത് പറ്റി, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ചെയ്യുന്നത് ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ബാറ്ററി അല്ല, അതാണ് ബാറ്ററി. ലോയിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഫോഴ്സ് എക്സാക്റ്റ് അവിടെ ഉപയോഗിച്ചു. മറ്റേത് ഓങ്ങിയിട്ടുള്ളൂ. അപ്പൊ അയാളുടെ ഒരു തോന്നൽ ഉണ്ടാക്കിയോളൂ ഇപ്പൊ ഞാൻ ഫോഴ്സ് ഉപയോഗിക്കും എന്നുള്ളത്. ഫോഴ്സ് ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സിന് നമ്മളിവിടെ എന്താ പറയുന്നത്? ബാറ്ററി. അപ്പൊ അങ്ങനെ ബാറ്ററി ഇപ്പൊ വരും എന്നുള്ളൊരു തോന്നല് അയാളിൽ ഒരു ഉണ്ടാക്കുകയാണ് എങ്കിൽ, അതായത് ഞങ്ങൾ ഓങ്ങിയിട്ടുള്ളൂ കസേര എടുത്തെങ്കിൽ അതിനെയാണ് അസോൾട്ട് എന്ന് പറയുന്നത്. ഇനി ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? എക്സാക്ട്ലി ഞാൻ ഈ പറഞ്ഞ ചെരുപ്പെടുത്ത് അല്ലെങ്കിൽ കസേര എടുത്ത് അയാൾ അടിച്ചു, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ചെയ്തത് ബാറ്ററിയാണ്. അപ്പൊ ബാറ്ററി വരും എന്നുള്ള ഒരു തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുകയാണ് എങ്കിൽ അതിനെ അസോൾട്ടും. ബാറ്ററി എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അവിടെ ഞാൻ ഫോഴ്സ് ഉപയോഗിച്ചു. ഇനി ഇതെന്താ മേഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബാറ്ററി ഉപയോഗിച്ചില്ലേ, ഞാൻ കസേര എടുത്ത് എറിയോ അല്ലെങ്കിൽ ചെരുപ്പെടുത്ത് എറിയോ ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ കൈ ഉരുട്ടി അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് ആ വ്യക്തിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടായി. അതായത് സീരിയസ് ആയിട്ട് കുറച്ചും കൂടി ഈ ബാറ്ററി കുറച്ചും കൂടി സീരിയസ് ആകുമ്പോഴാണ് മേഹീം വരുന്നത്. അതായത് ഞാൻ അങ്ങനെ ചെയ്തത് വഴിയായിട്ട് ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു മെമ്പർ അവിടെ പോയി, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും തരത്തില് ആ വ്യക്തിക്ക് ഒരു ലോസ് സംഭവിച്ചു. ആ ലോസ് സംഭവിച്ച് എന്തിനാ? എന്തെങ്കിലും ഒരു ലിംബ്, ഫൈറ്റിംഗ് ലിംബ് അവിടെ നഷ്ടപ്പെട്ടു. അതായത് അയാളുടെ കയ്യോ കാലോ ടീത്തോ അല്ലെങ്കിൽ ഫിംഗറോ ഇത് ഏതെങ്കിലും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു ഞാൻ ഈ ഫോഴ്സ് ഉപയോഗിച്ച വഴിയായിട്ട്. അങ്ങനെ സംഭവിച്ചു എങ്കിൽ അതിനെയാണ് മേഹീം എന്ന് പറയുന്നത്. മേഹീം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ടോട്ടാ. നമ്മുടെ ബാറ്ററി കുറച്ചും കൂടി സീരിയസ് ആകുമ്പോൾ ഞാൻ ഫോഴ്സ് ഉപയോഗിച്ച് അതുവഴി അയാൾക്ക് എന്തെങ്കിലും ഒരു ലിംബ് അവിടെ മേജർ ആയിട്ടുള്ളത് നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ കയ്യോ കാലോ പല്ലോ ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ മേഹീം എന്ന് പറയുന്നത് പറയും. അപ്പൊ ഇതാണ് മൂന്നെണ്ണം. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് അസോൾട്ട് എന്താന്ന് നമ്മൾ നോക്കുക. അപ്പൊ അസോൾട്ട് ഈസ് ആൻ ആക്ട്, ഒരു പ്രവൃത്തിയാണ്, ബൈ വിച്ച് എ റീസണബിൾ അപ്രിഹെൻഷൻ, ഒരു റീസണബിൾ മീൻസ് ഒരു സാമാന്യമായിട്ടുള്ള രീതിയിൽ, അപ്രിഹെൻഷൻ മീൻസ് തോന്നൽ, റീസണബിൾ അപ്രിഹെൻഷൻ ഓഫ് ഇൻഫ്ലിക്ഷൻ ഓഫ് ബാറ്ററി. അതായത് ഇങ്ങോട്ട് ഇപ്പൊ ബാറ്ററി വരും എന്നുള്ള ഒരു അപ്രിഹെൻഷൻ, ഒരു തോന്നല് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് എങ്കിൽ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി പേഴ്സൺ. ഒരു വ്യക്തിയുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ ബാറ്ററി വരും എന്നുള്ള ഒരു തോന്നലാണ് എങ്കിൽ, അങ്ങനെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അപ്രിഹെൻഷൻ, തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അസോൾട്ട് എന്ന് പറയും. കസേര എടുത്ത് പൊക്കി പിടിക്കുന്നു, ചെരുപ്പെടുത്ത് ഒരു കൈ പിടിക്കുന്നു, മസിൽ ചുരുട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അസോൾട്ട് ആണ്. അയാളുടെ ഒരു പേടി ഉണ്ടാക്കും ഇപ്പൊ ബാറ്ററി ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ ബാറ്ററി എന്താ? ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇസ് ദ റിയൽ ആൻഡ് ആക്ച്വൽ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് വിതൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. അതായത് ആക്ച്വൽ ആയിട്ടും റിയൽ ആയിട്ടും അവിടെ ഫോഴ്സ് ഉപയോഗിച്ചു. ഞാൻ കസേര എടുത്ത് അടിച്ചു അല്ലെങ്കിൽ ചെരുപ്പെടുത്ത് എറിഞ്ഞു. അപ്പൊ അതെന്താ?
ആക്ച്വൽ ആയിട്ട് ഞാൻ അവിടെ ഫോഴ്സ് ഉപയോഗിച്ചു. ഇത് തോന്നൽ ഉണ്ടാക്കിയുള്ളൂ, ബാറ്ററി ഉണ്ടാക്കുമെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഫോഴ്സ് അവിടെ ഉപയോഗിച്ചു. അവിടെ ആക്ച്വൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഫോഴ്സ് ഞാൻ അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു. അതെങ്ങനെയാണ്? വിത്തൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവൃത്തിയാണോ ഞാൻ ചെയ്തത്? ഒരാള് ചെറുപ്പൂരി തല്ലുന്നത് അല്ല, അല്ലെങ്കിൽ ഞാൻ ഒരാൾ തല്ലുന്നത് അല്ലെങ്കിൽ ഒരാളെ തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ഫോഴ്സ് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ നമ്മൾ വലിയൊരു അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് ഇവരെല്ലാവരും തല്ലി മാറ്റുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കലഹം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ മാറ്റുന്നുണ്ട്, അവർക്ക് ലോഫുൾ ആയിട്ടുള്ള അതോറിറ്റി ഉണ്ട്. അപ്പൊ അതാ പറയുന്നത്, ലോഫുൾ അല്ലാത്ത രീതിയിൽ വിത്തൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ, നിയമപ്രകാരം ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരു വ്യക്തിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ, റിയൽ ആയിട്ട് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ബാറ്ററി എന്ന് പറയും. നമുക്കറിയാറില്ലല്ലോ ഒരാളെ തല്ലാനൊന്നും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി മേഹിം എന്താ? മേഹിം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ടോർട്ടാണ്, കുറച്ചും കൂടി സീരിയസ് ആണ്. ഏതിന്റെ? ഈ ബാറ്ററി കുറച്ചും കൂടി സീരിയസ് ആയ അത് മേഹിമായി. ആസ് എ റിസൾട്ട് ഓഫ് ദി ബാറ്ററി, നമ്മൾ ചെയ്ത ബാറ്ററി വഴിയായിട്ട് ഇഫ് എ മാൻ ലോസസ് ഹിസ് ഫൈറ്റിംഗ് ലിംബ്, അയാളുടെ ഏതെങ്കിലും ഫൈറ്റിംഗ് ലിംബ്, അതായത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഈ പറയുന്ന അയാൾക്ക് പ്രതികരിക്കാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു പാർട്ട് അവിടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഹാൻഡോ ലെഗോ അല്ലെങ്കിൽ ടീത്തോ ഫിംഗറോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യോ കാലോ പല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ബാറ്ററിയുടെ ഭാഗമായിട്ട്, ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച വഴിയായിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഈ പറയുന്ന തരത്തിൽ ഒരു ലിംബ് അവിടെ നഷ്ടപ്പെട്ടു എങ്കിൽ അതിനെയാണ് നമ്മൾ മേഹിം എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി സീരിയസ് ആയ അത് മേഹിമായി, അത്ര ഓർത്താൽ മതി. ഇനി അപ്പൊ ഇത് മൂന്നും കഴിഞ്ഞു. ഇനി അടുത്ത കാറ്റഗറി നമ്മൾ നോക്കുക. അടുത്ത ടൈപ്പ് അല്ലെങ്കിൽ അടുത്ത ടോർട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിട്ടുള്ള ഇംപ്രസൺമെന്റ് ആണ്. ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തടവ് ശിക്ഷ. നമ്മൾ ഇംപ്രസൺമെന്റ് കൊടുക്കുക, തടവ് ശിക്ഷ IPC-യിലൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇംപ്രസൺമെന്റ് ഫാൾസ് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാൾസ് ആയിട്ടുള്ള രീതിയിൽ ഇംപ്രസൺമെന്റ്, ഫാൾസ് ആയിട്ടുള്ള രീതിയിൽ തെറ്റായ രീതിയിൽ, ഫാൾസ് തെറ്റാണല്ലോ, ഓക്കെ, തെറ്റായ രീതിയിലുള്ള ഇംപ്രസൺമെന്റ്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ടോട്ടൽ ആൻഡ് അൺലോഫുൾ റെസ്ട്രിക്ഷൻ. ടോട്ടൽ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള രീതിയിലും അൺലോഫുൾ ന്യായീകരിക്കാൻ പറ്റാത്ത ആളുകളായിരുന്നു. ഇപ്പൊ നമ്മളൊരു കേസിൽ പ്രതിയാണ്, നമ്മൾ ഓൾറെഡി അറസ്റ്റ് ഒക്കെ ചെയ്തു, കുറ്റം ആരോപിക്കപ്പെട്ടു, അപ്പൊ അങ്ങനെ നമ്മൾ ജയിലിലിട്ടേക്കുന്നതാണ് എങ്കിൽ, ഈ പറഞ്ഞ കുറ്റം തെളിയിക്കപ്പെട്ടു ജയിലിലിട്ടേക്കുന്നതാണെങ്കിൽ അത് ലോഫുൾ ആണ്, ഓക്കെ, കോടതി വിധി പറഞ്ഞ് ഇട്ടേക്കുന്നതാണ്. അതല്ലാതെ അൺലോഫുൾ ആയിട്ട് ഒരാളെ റീസ്ട്രെയിൻ ചെയ്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കണം? ടോട്ടൽ ആയിരിക്കണം, പൂർണ്ണമായിട്ടായിരിക്കണം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ടോട്ടലായിട്ട് അൺലോഫുൾ ആയിട്ട് ഒരു വ്യക്തിയെ റീസ്ട്രെയിൻ ചെയ്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഓഫ് എ പേഴ്സൺസ് മൂവ്മെന്റ്, ഒരു വ്യക്തിയുടെ മൂവ്മെന്റ്, അതായത് അയാളെ ചലിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ അയാളുടെ മൂവ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന തരത്തിൽ അയാളെ റീസ്ട്രെയിൻ ചെയ്ത് അൺലോഫുൾ ആയിട്ടും ടോട്ടലായിട്ടും പൂർണ്ണമായിട്ടും വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഫാൾസ് ഇംപ്രസൺമെന്റ് എന്ന് പറയുന്ന ടോട്ടാണ്. അപ്പൊ ഇത് എന്ത് ടോട്ടാണ്? ടോട്ട് അഗൈൻസ്റ്റ് ദ മൂവ്മെന്റ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ മൂവ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ടോട്ടാണ് ഫാൾസ് ഇംപ്രസൺമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കേസ് ഉണ്ട്, റുഡൽഷ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറും ബേർഡ് വേഴ്സസ് ജോൺസും. അപ്പൊ റുഡൽഷ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന കേസിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു വ്യക്തി കോടതി അക്വിറ്റഡ് ആണ് എന്ന് പറഞ്ഞു, അതായത് കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞു. നമ്മൾ കൺവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറ്റം തെളിയിക്കപ്പെട്ടു, അക്വിറ്റഡ് എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റവിമുക്തനാണ്, അയാൾ തെറ്റുകാരനല്ല എന്ന് കോടതി പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഇയാൾ ജയിലിലായിരുന്നു, പക്ഷെ പിന്നീട് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷവും ഇയാളെ എന്ത് ചെയ്തു? ഒരു 14 വർഷത്തോളം വീണ്ടും ഈ പറയുന്ന സ്റ്റേറ്റ് അയാളെ ഈ ഒരു ഡീറ്റെയിൻ ചെയ്ത് വെച്ചു ഇല്ലീഗലായിട്ട്. ശരിക്കും കുറ്റവിമുക്തനാന്ന് പറഞ്ഞ അയാളെ പുറത്തിറക്കണമല്ലോ, പക്ഷെ ഇല്ലീഗൽ ആയിട്ടുള്ള തരത്തിൽ അയാളെ വീണ്ടും ഡീറ്റെയിൻ ചെയ്ത് സ്റ്റേറ്റ് വെച്ചു. അപ്പൊ അതാണ് ഫാൾസ് ആയിട്ടുള്ള ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞതിൽ ഒരു കേസായിരുന്നു റുഡൽഷ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. അടുത്ത ബേർഡ്സ് വേഴ്സസ് ജോൺസൺ. ബേർഡ് വേഴ്സസ് ജോൺസൺ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, റീസ്ട്രെയിൻ മസ്റ്റ് ബി ടോട്ടൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം റീസ്ട്രെയിൻ എന്ന് പറഞ്ഞത്, പൂർണ്ണമായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. അപ്പൊ അതെന്തുകൊണ്ടാ? പൂർണ്ണമല്ലാത്ത രീതിയിലായതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ കേസിൽ എന്താ സംഭവിച്ചത് തന്നെ, ഒരു വ്യക്തിയെ, പ്ലെയിന്റിഫിനെ, പരാതി കൊടുത്ത വ്യക്തിയെ, ഡിഫൻഡന്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു രീതിയിൽ മാത്രം, അതായത് ഈ ഒരു വഴി കൂടി മാത്രം പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ റീസ്ട്രെയിൻ ചെയ്തു, മറ്റു വേറെ ഏതെങ്കിലും വഴി കൂടി പോവാം. അപ്പൊ അത് അയാൾ റിഫ്യൂസ് ചെയ്തു. ഈ പ്ലെയിന്റിഫ് പറഞ്ഞു, എനിക്ക് വേറെ വഴി കൂടി ഒന്നും പോകണ്ട, ഈ വഴി കൂടി തന്നെ പോകണം. അപ്പൊ ഒരു വഴി മാത്രമാണ് അവിടെ റിഫ്യൂസ് ചെയ്തിട്ടുള്ളൂ, മറ്റു വഴികളിലൂടെയൊക്കെ പോവാമായിരുന്നു. അവിടെ ഡിഫൻഡന്റ് ഒരു വഴിയെ തടഞ്ഞോളൂ, മറ്റു വഴികളിലൂടെയൊക്കെ പോകും. അപ്പൊ ടോട്ടൽ ആയിട്ടല്ല. അപ്പൊ അവിടെ ഈ കേസിൽ പറഞ്ഞ ബേർഡ് വേഴ്സസ് ജോൺസൺ റീസ്ട്രെയിൻ എന്ന് പറഞ്ഞു, തടഞ്ഞു വെക്കുന്നത് എന്തായിരിക്കും? മസ്റ്റ് ബി ടോട്ടൽ ആയിട്ട് റീസ്ട്രെയിൻ ചെയ്താലേ അത് ഫാൾസ് ഇംപ്രസൺമെന്റ് ആകുള്ളൂ എന്ന് പറഞ്ഞ കേസാണ്. കേസിന്റെ പേര് മാത്രം ജസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി. എന്താണ് ഫാൾസ് ഇംപ്രസൺമെന്റ് എന്ന് ഓർക്കുക. ടോട്ടൽ ആയിട്ടും അൺലോഫുൾ ആയിട്ടുള്ള രീതിയിലും ഒരു പേഴ്സന്റെ മൂവ്മെന്റിനെ റീസ്ട്രെയിൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ഫാൾസ് ഇംപ്രസൺമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് നെഗ്ലിജൻസ് ആണ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗ്ലിജൻസ്, ഡ്യൂട്ടി ഉള്ള ഒരാള് അത് ചെയ്യാതിരുന്നു, അതിനെയാണ് നമ്മൾ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അതായത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഔട്ട് ടുവേഴ്സ് ദ അതർ, അതായത് മറ്റൊരാളോട് ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തി, എനിക്ക് ഒരാളോട് ഒരു ഡ്യൂട്ടി ഉണ്ട് ചെയ്യാനായിട്ട്, പക്ഷെ അതിൽ ഞാൻ ബ്രീച്ച് വരുത്തി എന്ന് പറഞ്ഞാൽ എന്താ?
വയലേറ്റ് ചെയ്തു, അത് ഞാൻ ലംഘിച്ചു. അപ്പൊ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി ഓർ ടുവേഴ്സ് ദ അതർ, മറ്റൊരു വ്യക്തിയോട് നമുക്ക് കടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി അത് ഞാൻ ബ്രീച്ച് വരുത്തി, അത് ഞാൻ ലംഘിച്ചാൽ അതിനെയാണ് നെഗ്ലിജൻസ് എന്ന ടോർട്ട് പറയുന്നത്. നെഗ്ലിജൻസ് എന്ന ഉദ്ദേശിക്കുന്ന ടോർട്ട് എന്താണ്? ഒരാളോടുള്ള ഡ്യൂട്ടിയിൽ നമ്മൾ ബ്രീച്ച് വരുത്തി, വയലേറ്റ് ചെയ്തു, അതിനെയാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം? ദർ മസ്റ്റ് ബി എ ഡ്യൂട്ടി, അവിടെ ഒരു ഡ്യൂട്ടി വേണം, ഒരു കടമ വേണം. അത് ആരോടായിരിക്കണം? ദ ഡ്യൂട്ടി മസ്റ്റ് ബി ഓൾ ടുവേഴ്സ് ദ പ്ലെയിന്റിഫ്, പ്ലെയിന്റിഫിനോട്. ഇപ്പൊ ഈ ഇഞ്ചുറി പറ്റിയ വ്യക്തി ആരാണോ അല്ലെങ്കിൽ പരാതി കൊടുത്ത വ്യക്തി ആരാണോ ഇവിടെ കോമ്പൻസേഷന് വേണ്ടി, ആ വ്യക്തിയോട് എനിക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ദ ഡിഫൻഡന്റ് മസ്റ്റ് ഹാവ് കമ്മിറ്റഡ് എ ബ്രീച്ച് ഓഫ് ദിസ് ഡ്യൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഓപ്പോസിറ്റ് വ്യക്തിയായ ഞാനായിരുന്നു ഇവിടുത്തെ ഡിഫൻഡന്റ്, ഞാനാണ് ഈ റോങ് ചെയ്തത്. അപ്പൊ ഡിഫൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയായ ഞാൻ മസ്റ്റ് ഹാവ് കമ്മിറ്റഡ് എ ബ്രീച്ച് ഓഫ് ദിസ് ഡ്യൂട്ടി, എനിക്ക് ഉണ്ടായിരുന്ന ഡ്യൂട്ടി, എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ആ കടമ ആരോട്? ആ പ്ലെയിന്റിഫിനോടായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡ്യൂട്ടി ഞാൻ എന്ത് ചെയ്തു? ലംഘിച്ചു. ആൻഡ് ദ ഡിഫൻഡന്റ് മസ്റ്റ് ഹാവ് കമ്മിറ്റഡ് എ ബ്രീച്ച് ഓഫ് ദിസ് ഡ്യൂട്ടി, ഈ ഡ്യൂട്ടി ഞാൻ ലംഘിക്കുകയാണ് ചെയ്തത്. ആൻഡ് ആസ് എ റിസൾട്ട്, അങ്ങനെ ഞാൻ എനിക്കുണ്ടായിരുന്ന ഡ്യൂട്ടി ലംഘിച്ചത് വഴിയായി ദ പ്ലെയിന്റിഫ് വുഡ് ഹാവ് സഫേർഡ് ഡാമേജ്, പ്ലെയിന്റിഫിന് എന്ത് സംഭവിച്ചു? ഈ പരാതി കൊടുത്ത അയാൾക്ക് ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചു. അപ്പൊ അതിനെയാണ് നമ്മൾ നെഗ്ലിജൻസ് എന്ന ടോർട്ട് പറയുന്നത്. ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി അയാൾ അത് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്തു, ലംഘിച്ചു, അതിനെയാണ് നെഗ്ലിജൻസ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫേമസ് ആയിട്ടുള്ള കേസസ് ആണ് ഡൊണോവ് വേഴ്സസ് സ്റ്റീവൻസണും, ബോൾട്ടൺ വേഴ്സസ് സ്റ്റോണ്, ഗ്രാൻഡ് വേഴ്സസ് ഓസ്ട്രേലിയൻ നിറ്റിംഗ് മിൽസ് ലിമിറ്റഡും. ഡൊണോവ് വേഴ്സസ് സ്റ്റീവൻസൺ, ബോൾട്ടൺ വേഴ്സസ് സ്റ്റോൺ, ഗ്രാൻഡ് വേഴ്സസ് ഓസ്ട്രേലിയൻ നിറ്റിംഗ് മിൽസ് ലിമിറ്റഡ്. ഇങ്ങനെ 3 കേസസ് അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസ് ആണ്. അപ്പൊ അതിൽ ഡൊണോവ് വേഴ്സസ് സ്റ്റീവൻസൺ കേസിന്റെ പേര് ഓർത്തിരിക്കുക കേട്ടോ. ഓപ്ഷനിൽ തന്നിട്ട് നെഗ്ലിജൻസുമായി റിലേറ്റഡ് ആയ കേസ് ഇതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുക. ഡൊണോവ് വേഴ്സസ് സ്റ്റീവൻസൺ എന്ന് പറയുന്നത് ഒരു ജിഞ്ചർ ബിയർ ബോട്ടിൽ കേസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഇതിന്റെ അകത്ത് ഒരു വ്യക്തി ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയ, അതായത് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ജിഞ്ചർ ബിയർ എന്ന് പറയുന്നത് വാങ്ങി. ജിഞ്ചർ ബിയർ, ആ ജിഞ്ചർ ബിയർ വാങ്ങിയതിന് ശേഷം ബോട്ടിൽ ഉണ്ടായിരുന്നത് അത് വാങ്ങി ആളുടെ ഫ്രണ്ടിന് കൊടുത്തു. ഫ്രണ്ടിന് കൊടുത്ത ഒരു ലേഡി ഫ്രണ്ടാണ്. ആ സ്ത്രീ ഇത് വാങ്ങി കുടിച്ചുകൊണ്ടിരുന്ന പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് അറിയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ചത്ത ഒച്ച ഉണ്ടെന്ന്, ഒരു സ്നെയിൽ ഡീകമ്പോസ്ഡ് ആയി കിടപ്പുണ്ടെന്ന് അറിയുന്നു. അങ്ങനെ അത് കാണുകയും പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് ഷോക്ക് വരികയും ഈ പറയുന്ന ഇല്ലാവുകയും അസുഖം ബാധിക്കുകയൊക്കെ ചെയ്തു. അതേ സംബന്ധിച്ച് ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ ഒരു കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ട്, അതായത് ആ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയ കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജിഞ്ചർ ബിയർ ഉണ്ടാക്കിയ കമ്പനി, ജിഞ്ചർ ബിയർ ഉണ്ടല്ലോ, ആ ജിഞ്ചർ ബിയർ ബോട്ടിൽ, ആ ഒരു വസ്തു ഉണ്ടാക്കിയ, ആ ഒരു ബിയർ ഉണ്ടാക്കിയ, ബോട്ടിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാക്കിയ ആ ഒരു കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ട്, അതിന്റെ മാനുഫാക്ചേഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഈ വ്യക്തി, ഈ ഒരു ലേഡി കേസ് കൊടുക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി? അവർക്ക് ഡാമേജ് സംഭവിച്ചു, അവർക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നല്ല രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കണം. കാരണം കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഹസാഡസ് ആയിട്ടുള്ള രീതിയിലോ അവരെ ബാധിക്കുന്ന തരത്തിലോ ഇഞ്ചുറി ഉണ്ടാക്കുന്ന തരത്തിലോ ആവരുത്, അത് മര്യാദയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ ആ ഡ്യൂട്ടി അവർ ചെയ്തില്ല എന്ന് പറഞ്ഞ് അതുവഴി എനിക്ക് ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞാണ് ആ സ്ത്രീ കേസ് കൊടുത്തത്. അപ്പൊ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ ഡൊണോവ് വേഴ്സസ് സ്റ്റീവൻസിൽ പറഞ്ഞ അവർക്കൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു കെയർ എടുക്കണമായിരുന്നു, അവർ വിജിലന്റ് ആയിട്ട് ഇരിക്കണമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ഈ മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ജിഞ്ചർ ബിയർ മാനുഫാക്ചർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഉപഭോക്താക്കളോട് അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അവരത് ചെയ്തില്ല, അവരത് ബ്രീച്ച് വരുത്തി. അതുവഴിയായിട്ട് ആ ലേഡിക്ക് ഡാമേജ് വന്നിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? അതിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. അവർ നെഗ്ലിജൻസ് ആണ് അവിടെ ചെയ്തത്, ഉണ്ടായിരുന്ന ഡ്യൂട്ടി അവർ ചെയ്തില്ല, അത് ബ്രീച്ച് ചെയ്തു, ലംഘിച്ചു, അതാണ് പറഞ്ഞത്. ഇനി അടുത്ത കേസ് ഗ്രാൻഡ് വേഴ്സസ് ഓസ്ട്രേലിയൻ നിറ്റിംഗ് മിൽസ് ലിമിറ്റഡ്. ഗ്രാൻഡ് വേഴ്സസ് ഓസ്ട്രേലിയൻ നിറ്റിംഗ് മിൽസ് ലിമിറ്റഡും ഇതുപോലെ തന്നെ ഒരു കേസാണ്, നെഗ്ലിജൻസിലെ കേസാണ്. അതായത് ഒരു സ്വിമ്മിംഗ് സൂട്ട് ആയിരുന്നു. ആ സ്വിമ്മിംഗ് സൂട്ട് ഒരു സ്ത്രീ വാങ്ങി ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച സമയത്ത് അവർക്ക് അതുവഴിയായിട്ട് ആ സ്വിമ്മിംഗ് സൂട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ പാക്ക് ചെയ്താണ് കൊടുത്തത്. പക്ഷെ ഇവരത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അകത്ത് ഉണ്ടായ എന്തോ കെമിക്കൽ കണ്ടന്റ് കാരണം ഇവർക്ക് സ്കിൻ ഇഷ്യൂ ഉണ്ടായി. ഈ ലേഡിക്ക് ഇപ്പൊ സ്വിമ്മിംഗ് സൂട്ട് ഉപയോഗിച്ച് സ്കിൻ ഇഷ്യൂ ഉണ്ടായി. ഇവർ കോമ്പൻസേഷന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാണ് ചെയ്തത്, നെഗ്ലിജൻസ് എന്ന്. അപ്പൊ ഈ കേസിലും കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ ഈ പറയുന്ന, കോടതി പിന്നീട് തെളിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞു അതിന്റെ കോസ് എന്താണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്വിമ്മിംഗ് സൂട്ടിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഈ ഒരു ആ ലേഡിക്ക് ആ ഒരു സ്കിൻ ഇഷ്യൂ സംഭവിച്ചത് എന്ന് മനസ്സിലാവുകയും അതുവഴിയായിട്ട് എന്ത് ചെയ്തു? അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. കാരണം മാനുഫാക്ചേഴ്സ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൺസ്യൂമേഴ്സിന് ഉപകാരമുള്ളതായിരിക്കണം, അല്ലാതെ അവർക്ക് ഇഞ്ചുറിയോ ഹാമോ ഉണ്ടാക്കുന്ന തരത്തിലാവരുത്. അപ്പൊ ആ ഡ്യൂട്ടി അവർക്ക് ഉണ്ടായിരുന്നു, മാനുഫാക്ചേഴ്സിന്, അത് നിർമ്മിച്ചവർക്ക്. അത് അവരെടുത്തില്ല, ആ ഡ്യൂട്ടി അവര് ബ്രീച്ച് ചെയ്തു, ലംഘിച്ചതുകൊണ്ട് തന്നെ അതുവഴിയായിട്ട് ഡാമേജ് ഉണ്ടായ പ്ലെയിന്റിഫ് ആ ലേഡിക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് ഈ കേസിലും പറഞ്ഞത്. അവരുടെ ഭാഗത്തുണ്ടായ നെഗ്ലിജൻസ് എന്ന ടോർട്ട് ആണെന്നാണ്. അപ്പൊ കേസ് 3 പേരോർത്തിരിക്കുക. ഓപ്ഷൻ തരുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരുന്നെങ്കിൽ കറക്റ്റ് ആക്കാം. ഇനി അടുത്ത് റെസിപ്സ ലോക്കീറ്റർ. റെസിപ്സ ലോക്കീറ്റർ എന്ന് പറയുന്നത്
നമ്മൾ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ടേം ആണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് റെസ് ഇപ്സ ലോക്വിറ്റർ. ഇങ്ങനെയാണ് കേട്ടോ, റെസ് ഇപ്സ ലോക്വിറ്റർ. റെസ് ഇപ്സ ലോക്വിറ്ററിന്റെ മീനിങ് തിങ് ദാറ്റ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. ആ കാര്യം തന്നെ അത് പറയുന്നുണ്ട്, അതാണ് തിങ് ദാറ്റ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. ആ കാര്യം തന്നെ പറയുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ ഇതാണ് അതിന്റെ മീനിങ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലി ഇപ്പോൾ ഈ ഡൊണോ വേഴ്സസ് സ്റ്റീവൻസൺ ആണെങ്കിലും ഏത് കേസിലാണെങ്കിലും ഇവർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി അത് കൊള്ളില്ലാത്തതായിരുന്നു, അവർക്ക് എന്നോടൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അവരത് എന്ത് ചെയ്തു, മര്യാദക്കെല്ലാം ഉണ്ടാക്കിയത്, അത് വഴിയായിട്ട് എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും അവകാശം നിഷേധിക്കപ്പെട്ടു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ ഞാനാണത് പ്രൂവ് ചെയ്യേണ്ടത്. പ്ലെയിന്റിഫ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയ വ്യക്തിയായി ഞാനാണത് പ്രൂവ് ചെയ്യേണ്ടത്. അവർക്കത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അവരത് ചെയ്തില്ല എന്ന്. നോർമലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലെയിന്റിഫ് ആണ്, അവിടെ ഇഞ്ചുറി പറ്റിയ വ്യക്തിയാണ്, അത് ബേർഡൻ ഓഫ് പ്രൂഫ് അവരിലാണ് ഈ പറയുന്ന ബേർഡൻ പ്രൂവ് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ട ബേർഡൻ അവർക്കാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ ആ സംഭവം തന്നെ, ആ തിങ് തന്നെ അല്ലെങ്കിൽ ആ റോങ് ഇല്ലേ, എന്താണോ അവിടെ ഉണ്ടായ റോങ്, അത് തന്നെ എന്ത് ചെയ്യും, അത് അതിൽ തന്നെ തെളിവാണ് അല്ലെങ്കിൽ ആ റോങ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് തന്നെയാണ് കാരണം. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു റോങ് വുഡിൻ ഹാപ്പൻ, അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ ഒരു തിങ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ഒരു സംഭവം അവിടെ ഈ ഡിഫൻഡന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു റോങ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹാം അവിടെ സംഭവിക്കില്ലായിരുന്നു. ആർക്ക്? പ്ലെയിന്റിഫിന്. പ്ലെയിന്റിഫായ എനിക്ക് ഇങ്ങനെ ഒരു ഹാമേ സംഭവിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഞ്ചുറിയെ സംഭവിക്കില്ലായിരുന്നു ആ ഒരു റോങ് ഡിഫൻഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ. ആ റോങ് ഏതാണ്? ഈ പറയുന്ന നെഗ്ലിജൻസ്. ഡിഫൻഡന്റിന്റെ നെഗ്ലിജൻസ് തന്നെയാണ് എനിക്കിപ്പോ ഈ റോങ് ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ കാരണം എന്നവിടെ ആ വാക്ക് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ആ സിറ്റുവേഷൻ തന്നെ തെളിയിക്കുകയാണ് എങ്കിൽ പിന്നീട് ഞാൻ തെളിയിക്കേണ്ട, അവരുടെ ഭാഗത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അവരത് ലംഘിച്ചു, അതാണ് റീസൺ എന്നൊന്നും ഞാൻ തെളിയിക്കേണ്ട കാര്യമില്ല. എന്താണ്, ആ കാര്യം തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. എനിക്ക് ഇഞ്ചുറി വരാനുള്ള റീസൺ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ നെഗ്ലിജൻസ് ആണ്, ഡിഫൻഡന്റെ ഭാഗത്തുനിന്ന് പ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് അതിൽ തന്നെ പറയുന്നുണ്ട്, അത് തന്നെ തെളിയിക്കുന്നുണ്ട്. ആ സിറ്റുവേഷനെയാണ് റെസ് ഇപ്സ ലോക്വിറ്റർ എന്ന് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡോക്ടർ, ഒരു സർജൻ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ആ ഒരു എന്താ പറയുക, 2 കത്രിക ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്ത പേഷ്യന്റിന്റെ വയറിൽ അറിയാതെ വെച്ചിട്ടാണ് ഈ പറയുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ അതുവഴിയായിട്ട് അവർക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു അല്ലെങ്കിൽ അതുവഴിയായിട്ട് അവരുടെ ലൈഫിനെ തന്നെ അത് ത്രെട്ടൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നു. അപ്പൊ അവിടെ എന്താ, അവിടെ പിന്നെ ആ ലേഡി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്, ആ സിറ്റുവേഷൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ ആ കത്രിക വെച്ചിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഈ ലേഡിക്ക് ഇത്രയും വലിയൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ആം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് ആ ഡോക്ടറിന്റെ നെഗ്ലിജൻസ് ആണെന്ന് ആ തിങ് തന്നെ, ആ കാര്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്ക്, അത് തന്നെ പറയുന്നുണ്ട്. ഈ കത്രിക വെച്ചത് തന്നെയാണ് അവിടുത്തെ റീസൺ എന്ന് പറയുന്ന പോലെ ദ തിങ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. ആ കാര്യം തന്നെ എന്താ, പ്രകടമാണ്, ഇവരുടെ ഭാഗത്തുണ്ടായ നെഗ്ലിജൻസ് പ്രകടമാണ് എങ്കിൽ പ്രൂവ് ചെയ്യേണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത്. റെസ് ഇപ്സ ലോക്വിറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇഞ്ചുറി അവിടെ വരില്ലായിരുന്നു പ്ലെയിന്റിഫിന് എന്നുള്ളത്. തിങ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്, ആ സംഭവം തന്നെ അത് അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി അടുത്തത് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ടോർട്ടിന് എക്സെപ്ഷൻ ആയിട്ടാണ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ, എന്റെയും കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഓഹരി ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രിബ്യൂട്ടറി ആയിട്ട് നെഗ്ലിജൻസ് എന്ന് പറയുന്നത് എന്താ, നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്ന വ്യക്തി അത് ചെയ്തില്ല, അപ്പൊ എന്റെയും കൂടി കോൺട്രിബ്യൂഷൻ, എന്റെയും കൂടി ഓഹരി ഉണ്ട് ഇയാൾക്ക് ഈ അശ്രദ്ധ വരാനായിട്ട് അല്ലെങ്കിൽ അയാൾ ആ ലംഘനം നടത്തിയപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് ടോർട്ടില് ഈ പറയുന്ന നെഗ്ലിജൻസ് ഓഫ് ടോർട്ട് എന്ന് പറയുന്ന നെഗ്ലിജൻസ് എന്ന് പറയുന്ന ടോർട്ടിന് ഒരു എക്സെപ്ഷൻ ആയിട്ട്, ഒരു ഒഴിവായിട്ട് പറയുന്നതാ. അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ വണ്ടിക്കകത്ത് പോകുന്ന സമയത്ത്, ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് തലയെടുത്ത് പുറത്തിട്ട് അല്ലെങ്കിൽ കൈ എടുത്ത് പുറത്തിട്ട്, അങ്ങനെ ഈ പറയുന്ന ഓൾറെഡി ആ വണ്ടി വ്യക്തി സ്പീഡിലാണ് ഓടിച്ചിരുന്നത്, പോരാത്തതിന് ഞാൻ തലയോ അല്ലെങ്കിൽ കൈയോ ഒക്കെ എടുത്ത് പുറത്തിട്ടേക്കുമായിരുന്നു, എനിക്ക് അത് വഴിയായിട്ട് ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇഞ്ചുറി ഉണ്ടായിട്ട് ഞാൻ ഈ ബസ് ഡ്രൈവറിന് എഗനിസ്റ്റ് കേസ് കൊടുക്കും, എനിക്ക് കോമ്പൻസേഷൻ വേണ്ടി കേസ് കൊടുക്കുന്ന സമയത്ത് ബസ് ഡ്രൈവറിന് എന്തെടുക്കാം, ഈ ഒരു ഡിഫൻസ് എടുക്കാം, ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഒഴിവ് അവിടെ എടുക്കാം. എന്റെ ഭാഗത്ത് മാത്രമല്ല ഇവരുടെ ഭാഗത്തും കൂടി ഈ നെഗ്ലിജൻസ് ഉണ്ട്, അവരും ഈ പറയുന്ന ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് മര്യാദയ്ക്ക് ബസ്സിലൊക്കെ ഇരിക്കണം, അപ്പൊ ആ ഒരു ഡ്യൂട്ടി ഉണ്ട്, അത് അവരും ചെയ്തില്ല, അവരുടെ ഭാഗത്തും കൂടി നെഗ്ലിജൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞത് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. അത് ആ ഡിഫൻഡന്റിന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസ് ആണ്, അതായത് ഒരു എക്സെപ്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇഫ് ദ പ്ലെയിന്റിഫ് ഈസ് ഓൾസോ നെഗ്ലിജന്റ്, അതായത് ഈ പരാതി കൊടുത്ത ആള് അല്ലെങ്കിൽ ആ ഇഞ്ചുറി പറ്റിയ വ്യക്തി, എനിക്കാണ് ഇപ്പൊ കൈ പുറത്ത് ബസ്സിന്റെ പുറത്തിട്ടിട്ട് എനിക്കാണ് ഇഞ്ചുറി പറ്റിയതെങ്കിൽ പരാതി കൊടുത്ത വ്യക്തി, ഞാനല്ലേ ഇപ്പൊ കോമ്പൻസേഷൻ കൊടുക്കണേ, അപ്പൊ പ്ലെയിന്റിഫ് ഓൾസോ നെഗ്ലിജന്റ് ആണെങ്കിൽ, പ്ലെയിന്റിഫ് ആ പരാതി കൊടുത്ത വ്യക്തി ഇഞ്ചുറി പറ്റിയ വ്യക്തിയും കൂടി നെഗ്ലിജന്റ് ആണ്, അയാളുടെ ഭാഗത്തും കൂടി എന്തുണ്ട്, ഈ പറയുന്ന ഒരു മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്തില്ല, അപ്പൊ അയാളും നെഗ്ലിജന്റ് ആണെങ്കിൽ ഡിഫൻഡന്റ് ആയ വ്യക്തി, എതിർകക്ഷിയായിട്ടുള്ള വ്യക്തിക്ക് എന്തെടുക്കാൻ പറ്റും, ഓപ്പോസിറ്റ് വ്യക്തിക്ക് ക്യാൻ റേസ് ദ ഡിഫൻസ്, അവർക്ക് ഇങ്ങനെ ഒരു ഒഴിവെടുക്കാം, എന്താണ്, ഓഫ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഓൺ ദി പാർട്ട് ഓഫ് പ്ലെയിന്റിഫ്, പ്ലെയിന്റിഫിന്റെ ഭാഗത്തുനിന്നും കൂടി, ഈ പരാതിക്കാരന്റെ ഭാഗത്തുനിന്നും കൂടി എന്തുണ്ട്, ഈ ഒരു കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്, അവരുടെ ഭാഗത്തും കൂടി തെറ്റുണ്ട് എന്നുള്ള ഒരു കാര്യം
ഡിഫൻസ് ആയിട്ട് ഡിഫൻഡന്റിന് ഓപ്പോസിറ്റ് വ്യക്തിക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. നെഗ്ലിജൻസ് എന്ന് പറയുന്ന ടോട്ടിന് ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. അയാളുടെ ഭാഗത്തും കൂടി തെറ്റുണ്ട്, ഇയാളും കൂടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായത് എന്ന്. അപ്പൊ ഇതാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്ന ടോട്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് ടോട്ട് നൂയിസൻസ് ആണ്. നൂയിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശല്യം. ഓക്കെ, ശല്യപ്പെടുത്തുക, അതിനെയാണ് നമ്മൾ നൂയിസൻസ് എന്ന് പറയുന്നത്. അപ്പൊ നൂയിസൻസ് എന്ന് പറയുന്ന ടോട്ട് unlawful interference to a person's use or enjoyment of land. ഒരു പേഴ്സൺ അയാളുടെ ലാൻഡ് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നതിനോ നമ്മൾ അൺലോഫുൾ ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്നു. അൺലോഫുൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അനധികൃതമായിട്ട്. നമുക്ക് ലോഫുൾ ആയിട്ട് റൈറ്റ് ഇല്ല. ലോഫുൾ ആയിട്ട് റൈറ്റ് ഇല്ലാത്ത നമ്മൾ ഇന്റർഫിയർ ചെയ്യുക, കടന്നു കയറുക ഇങ്ങോട്ടേക്ക്. ഒരു പേഴ്സൺ അയാളുടെ ലാൻഡ് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നതിലേക്കോ നമ്മൾ അൺലോഫുൾ ആയിട്ട് എന്തെങ്കിലും ഇന്റർഫറൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ന്യൂയിസൻസ് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ ഇന്റർഫറൻസ് ഉണ്ടാക്കുന്നത്? ഇന്റർഫറൻസ് മേ ബി മെയ്ഡ് ത്രൂ നോയ്സ് വഴിയായോ അല്ലെങ്കിൽ ഹീറ്റ് വഴിയോ സ്മോക്കോ വൈബ്രേഷൻസോ അല്ലെങ്കിൽ സ്മെല്ല്, ഫ്യൂംസ്, വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ജേംസ് വഴിയായി പകരുന്ന ഡിസീസ് പകർത്തുന്ന എന്തെങ്കിലും ജേംസ് വഴിയായിട്ടൊക്കെ നമ്മൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക്, മറ്റൊരാളുടെ ലാൻഡിലേക്കോ അല്ലെങ്കിൽ അയാൾ എൻജോയ് ചെയ്യുന്ന പ്രോപ്പർട്ടിയിലേക്ക് നമ്മളൊരു അൺലോഫുൾ ഇന്റർഫറൻസ് നമ്മൾ ചെല്ലുകയല്ല, നമ്മൾ ഈ പറയുന്ന പ്രവർത്തികൾ വഴിയായി നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന വീട്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നു, അപ്പൊ അത് വഴിയായിട്ടുള്ള സ്മോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നു, അപ്പൊ അതുണ്ടാക്കുന്ന നോയ്സ് ആയിരിക്കാം, ഭയങ്കര ഹെവി വോയിസിൽ നമ്മൾ പാട്ട് വെച്ചേക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര മൈക്രോഫോൺ വെച്ചേക്കുന്നു, അപ്പൊ അതിന്റെ ഈ പറയുന്ന മൈക്ക് വെച്ചേക്കുന്നതിന്റെ വൈബ്രേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്മെല്ല്, എന്തെങ്കിലും പുക, ഫ്യൂംസ്, ഇങ്ങനെയുള്ള വാട്ടർ അല്ലെങ്കിൽ ജേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിയായിട്ട് നമ്മൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് അയാളുടെ ലാൻഡ് യൂസ് ചെയ്യുന്നതിനോ എൻജോയ് ചെയ്യുന്നതിലേക്കോ നമ്മൾ അനധികൃതമായിട്ടൊരു ഇന്റർഫറൻസ്, ഇങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടാക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ന്യൂയിസൻസ് ഉണ്ടാക്കുക, ശല്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കത്തിക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര പുകയൊക്കെ വരുമ്പോൾ ആൾക്കത് ശല്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അൺലോഫുൾ ആയിട്ടുള്ള ഇന്റർഫറൻസ് ഏതെങ്കിലും പേഴ്സന്റെ ലാൻഡ് എൻജോയ് ചെയ്യുന്നതിലോ യൂസ് ചെയ്യുന്നതിലോ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് ന്യൂയിസൻസ് എന്ന് പറയുന്നത്. അതൊരു ടോട്ടാണ്. അപ്പൊ ന്യൂയിസൻസ് രണ്ട് തരത്തിലുണ്ട്. പബ്ലിക് ആയിട്ടുള്ള ന്യൂയിസൻസും ഉണ്ട്, പ്രൈവറ്റ് ന്യൂയിസൻസും ഉണ്ട്. പബ്ലിക് ന്യൂയിസൻസ് എന്താണ്? ക്രൈമാണ്. പബ്ലിക് ന്യൂയിസൻസ് പറഞ്ഞാൽ സൊസൈറ്റിയെ മുഴുവനായും ബാധിക്കുന്നതാണെങ്കിൽ അതൊരു ക്രൈമാണ്. നമ്മൾ IPC 2 അതിന്റെ പണിഷ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. ഇനി പ്രൈവറ്റ് ന്യൂയിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിവിജ്വലിന് എഗനസ്റ്റ് ആയിട്ട്, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് എഗനസ്റ്റ് ആയിട്ടുള്ള സിവിൽ റോങ് ആയിട്ടാണ് പ്രൈവറ്റ് ന്യൂയിസൻസ് പറയുന്നത്. അത് ടോർട്ടിന് അണ്ടറിലാണ് പറയുന്നത്. ഈ പബ്ലിക് ന്യൂയിസൻസും നമ്മൾക്ക് ടോർട്ടാക്കാം. കാരണം പബ്ലിക് ന്യൂയിസൻസും സൊസൈറ്റിയിലെ ഒരു വ്യക്തിയെ മാത്രം ഡാമേജ് ഉണ്ടാക്കുന്ന, ഒരു വ്യക്തിയുടെ മാത്രം റൈറ്റിന് ഇഞ്ചുറി വരുത്തുന്നതാണ് എങ്കിൽ ആ പബ്ലിക് ന്യൂയിസൻസ് എന്തായിരിക്കും? പ്രൈവറ്റ് ആയിരിക്കും. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം ആണ് അത് വരുത്തുന്നതെങ്കിൽ കൂടുതൽ ഡാമേജ്, അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ന്യൂയിസൻസ് ആയിട്ടും അതിന് കണക്കാക്കാം. ടോർട്ടിന് അണ്ടറിലും അത് വരും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രെസ്പാസ് ആണ്. ട്രെസ്പാസും അൺലോഫുൾ ആയിട്ടുള്ള ഇന്റർഫറൻസ് തന്നെയാണ്. നോക്ക്, അൺലോഫുൾ ആയിട്ടുള്ള രീതിയിൽ, അനധികൃതമായിട്ടുള്ള രീതിയിൽ, നിയമപ്രകാരം അല്ലാതെ അനധികൃതമായിട്ട് ഇന്റർഫിയർ ചെയ്യുകയാണ്, കടന്നു കയറുകയാണ്. പക്ഷെ ഇത് നമ്മൾ കടന്നു കയറുന്നത് നമ്മൾ പേഴ്സൺ ആയിട്ടല്ല, നമ്മൾ തന്നെയല്ല അവിടെ ചെന്ന് ശല്യം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പറയുന്ന മറ്റ് രീതികൾ വഴിയായിട്ട്, നമ്മൾ നോയ്സോ ഹീറ്റോ സ്മോക്കോ വൈബ്രേഷനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വഴിയായിട്ട് ഇതിലൂടെ, ഈ രീതികളിലൂടെയാണ് നമ്മൾ ശല്യം ഉണ്ടാക്കുന്നത്, ഇന്റർഫറൻസ് മറ്റൊരാൾ ലാൻഡ് യൂസ് ചെയ്യുന്നതിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ട്രെസ്പാസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെന്നിട്ട് അവിടെ ശല്യം ഉണ്ടാക്കുക. അപ്പൊ ട്രെസ്പാസ് എന്ന് പറയുന്നത് അൺലോഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇന്റർഫിയർ ചെയ്യുക, നമ്മൾ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ അനധികൃതമായിട്ട് പ്രവേശിക്കുന്നതൊക്കെ ഇല്ലേ, അതാണ് അൺലോഫുൾ ഇന്റർഫറൻസ് ടു പൊസഷൻ ഓഫ് അനദേഴ്സ് ലാൻഡ്. മറ്റൊരാളുടെ കൈവശം ഇരിക്കുന്ന, പൊസഷൻ മീൻസ് അവകാശം, കൈവശത്തിലിരിക്കുന്ന മറ്റൊരാളുടെ പൊസഷനിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ അൺലോഫുൾ ആയിട്ട് ഇന്റർഫിയർ ചെയ്യുക, കടന്നു കയറുകയാണെങ്കിൽ അതിനെയാണ് ട്രെസ്പാസ് എന്ന് പറയുന്നത്. ട്രെസ്പാസ് ടു ലാൻഡ്, അതാണ് ഒരു ടോട്ടായിട്ട് അടുത്ത് പറയുന്നത്. അൺലോഫുൾ ആയിട്ടുള്ള രീതിയിൽ മറ്റൊരാളുടെ ലാൻഡിന്റെ കൈവശത്തിലിരിക്കുന്ന ലാൻഡിലേക്ക് നമ്മൾ ട്രെസ്പാസ് ചെയ്യുകയാണെങ്കിൽ, അനധികൃതമായിട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അതിനെയാണ് ട്രെസ്പാസ് ടു ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ട്രെസ്പാസ് ചെയ്യുന്ന സമയത്ത് നോ ഡാമേജ് ഹാസ് ടു ബി പ്രൂവ്ഡ് ബൈ ദ പ്ലെയിന്റിഫ്. ഈ പ്ലെയിന്റിഫ് ആയിട്ടുള്ള വ്യക്തി, പരാതി കൊടുക്കുന്ന വ്യക്തി, അയാൾക്ക് ഇഞ്ചുറി പറ്റി, എനിക്ക് ഇതുവഴിയായിട്ട് നഷ്ടം സംഭവിച്ചു എന്ന് അയാൾ പ്രൂവ് ചെയ്യണ്ട. എനിക്ക് ഇതുവഴിയായിട്ട് ഇപ്പോൾ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ പറയണ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് അയാൾ പ്രൂവ് ചെയ്യണ്ട. അയാളുടെ ഒരു റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്താൽ മതി. റൈറ്റ് എന്താ വയലേറ്റ് ചെയ്യുന്നുണ്ട്? എൻ്റെ ഭൂമിയിലേക്ക് മറ്റൊരാളെ അനധികൃതമായിട്ട് കടന്നു കയറുക എന്ന് പറയുമ്പോൾ അതെന്താണ്? എനിക്ക് അവകാശമുണ്ട് എൻ്റെ ഭൂമിയിൽ മറ്റാരെയും കയറ്റാതിരിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അൺലോഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇന്റർഫിയർ ചെയ്യുകയാണ് എങ്കിൽ പ്ലെയിന്റിഫിന് പറയുന്ന അയാൾക്ക് ഡാമേജ് ഉണ്ടായി, നഷ്ടമുണ്ടായി എന്ന് അയാൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും അതെന്താണ്? ആക്ഷനബിൾ ആണ്. ആക്ഷനബിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അണ്ടറിൽ അത് ആക്ഷൻ എടുക്കാൻ പറ്റും. അതിനവിടെ
നഷ്ടപരിഹാരം കിട്ടുന്ന ഒരു ടോർട്ടാണ് ട്രസ്പാസ് ടു ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ അയാൾ ഈ മറ്റേ പേഴ്സൺ കയറിയത് വഴിയായി, ഡിഫൻഡന്റ് കയറിയത് വഴിയായിട്ട് അവിടെ ഡാമേജ് ഉണ്ടാവണമെന്ന് ഈ പറയുന്ന പരാതി കൊടുക്കുന്ന ആള് തെളിയിക്കണം എന്നില്ല, അത് പ്രൂവ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ അനധികൃതമായിട്ട് കയറുന്നത് തന്നെ എന്താണ്, ഒരു ടോർട്ടാണ്, അവിടെ ആക്ഷൻ എടുക്കും, ആക്ഷനബിൾ ആണ്, അതിന് കോമ്പൻസേഷൻ കിട്ടും. ഇനി അടുത്ത് ട്രസ്പാസ് അബിനീഷ്യോ. ട്രസ്പാസ് അബിനീഷ്യവും ട്രസ്പാസ് ടു ലാൻഡ് തമ്മിലുള്ള വ്യത്യാസം. ട്രസ്പാസ് ടു ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനധികൃതമായിട്ട് ഒരാളുടെ പ്രോപ്പർട്ടിയിലേക്ക്, കൈവശം ഇരിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നു, അതിനെയാണ് നമ്മൾ ട്രസ്പാസ് ടു ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ട്രസ്പാസ് അബിനീഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കയറിയത് ലോഫുൾ ആയിട്ടാണ്, അതായത് ഇപ്പൊ അവർ തന്നെ സമ്മതിച്ചിട്ടാണ് നമ്മൾ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നത്, ലോഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുന്നതോ അൺലോഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്യുന്നതോ അൺലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുന്നതിനാണ് ട്രസ്പാസ് അബിനീഷ്യോ എന്ന് പറയുന്നത്. If a person entered into a property with a lawful authority, അതായത് ഒരാൾ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക്, ഈ പ്ലെയിന്റിഫിന്റെ പരാതിക്കാരന്റെ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്തത് ഡിഫൻഡന്റ് എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തി എൻ്റർ ചെയ്തത് ലോഫുൾ ആയിട്ടുള്ള അതോറിറ്റി, നിയമപ്രകാരം തന്നെയാണ് എൻ്റർ ചെയ്തത്. ബട്ട് ലേറ്റർ അബ്യൂസ്ഡ് ദ അതോറിറ്റി ബൈ ഡൂയിങ് എ സം റോങ്ഫുൾ ആക്ട്, അതായത് എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി, റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്തുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, പിന്നീട് അയാൾക്ക് കിട്ടിയ ലോഫുൾ ആയിട്ടുള്ള അതോറിറ്റി അയാൾ അബ്യൂസ് ചെയ്യുന്നത്. ചെന്നത് നിയമപ്രകാരം തന്നെയാണ്, അവരും കൂടി സമ്മതിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള റൈറ്റോട് കൂടി തന്നെ ചെന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്യുന്നത് റോങ്ഫുൾ ആയിട്ടുള്ള ആക്ട് ആണ്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ അതോറിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഉള്ള അതോറിറ്റി നമ്മൾ അബ്യൂസ് ചെയ്ത്, ദുരുപയോഗം ചെയ്ത് നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ആക്ട് ആണ് ആ പ്രോപ്പർട്ടി ചെന്നിട്ട് ചെയ്യുന്നതെങ്കിലും അതെന്താ, ട്രസ്പാസ് അബിനീഷ്യോ എന്ന് പറയുന്ന ടോർട്ടിന് അണ്ടറിൽ വരും. ഇനി അടുത്തത് അവിടെയും ഡാമേജസ് കിട്ടും. ഇനി അടുത്ത മലീഷ്യസ് പ്രോസിക്യൂഷൻ ആണ്. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ടോർട്ടാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ, MALICIOUS, മലീഷ്യസ് പ്രോസിക്യൂഷൻ. മലീഷ്യസ് എന്ന് പറഞ്ഞാൽ, മാലിസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, മാലിസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഹാം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടാക്കണം എന്നുള്ള നമ്മുടെ ഡിസയർ, താല്പര്യത്തിനെയാണ്, അതായത് ഒരാൾക്ക് മോശം വരണം, ഒരാളെ ഇഞ്ചുറി വരുത്തണം, ദ്രോഹിക്കണം എന്നുള്ള എൻ്റെ ഉദ്ദേശം, അതാണ് മാലിസ് എന്ന് പറയുന്നത്. അപ്പൊ മലീഷ്യസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാളെ പ്രോസിക്യൂഷൻ ചെയ്യുന്നു. പ്രോസിക്യൂഷൻ മീൻസ് കള്ളക്കേസിലൊക്കെ കൊടുക്കില്ലേ, ഫാൾസ് ആയിട്ടുള്ള രീതിയിൽ ഒരാളുടെ പേരിൽ ക്രിമിനൽ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നു, അതാണ് പറയുന്നത്, അത് ഒരു ടോർട്ടാണ്. ഇഫ് ദ ഡിഫൻഡന്റ് ഹാസ് ഫൈൽഡ്, എതിർകക്ഷി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൻഡന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, has filed a false criminal complaint against the plaintiff. ഇവിടുത്തെ പരാതിക്കാരൻ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഫാൾസ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ഒരു ക്രിമിനൽ കംപ്ലൈന്റ് ഡിഫൻഡന്റ് ഫയൽ ചെയ്തു. എങ്ങനെ, വിത്ത് എ മലീഷ്യസ് ഇന്റന്റ്, അതായത് അയാളെ ക്രിമിനൽ കേസിൽ കൊടുക്കണം, അയാൾക്ക് ഒരു ഹാം വരണം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഇഞ്ചുറി വരണം എന്നുള്ള ഇന്റന്റോട് കൂടിയിട്ട് ഡിഫൻഡന്റ് ഒരു ഫാൾസ് ആയിട്ടുള്ള ക്രിമിനൽ കംപ്ലൈന്റ് പ്ലെയിന്റിഫിന് അഗൈൻസ്റ്റ് ആയിട്ട് കൊടുത്തുവെങ്കിൽ ഈ പ്ലെയിന്റിഫിന് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയിൽ തെളിയാണ് ഇയാൾ അക്വിറ്റഡ് ആണെന്ന്, ഈ പറയുന്ന കുറ്റവിമുക്തനാണെന്ന് കോടതി പറയാണ്, ഇത് കള്ളക്കേസാണെന്ന് കോടതി മനസ്സിലായി, ഇയാൾ അക്വിറ്റഡ് ആണെന്ന് മനസ്സിലാകുന്ന സമയത്ത് പ്ലെയിന്റിഫിന് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ഈ ഒരു ഡിഫൻഡന്റ് അഗൈൻസ്റ്റ് ആയിട്ട്, ഇയാളെ കള്ളക്കേസ് കുടുക്കിയ ഡിഫൻഡന്റ് അഗൈൻസ്റ്റ് ആയിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പറ്റും. അത് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന ടോർട്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ പറഞ്ഞ ഫാൾസ് ആയിട്ടുള്ള ക്രിമിനൽ കംപ്ലൈന്റ് പ്ലെയിന്റിഫിന് അഗൈൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു, മലീഷ്യസ് ആയിട്ടുള്ള ഇന്റന്റോട് കൂടി, അയാൾക്ക് ഹാം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. സോ ഇപ്പൊ നോയിസൻസ്, ട്രസ്പാസ് ടു ലാൻഡ്, ട്രസ്പാസ് അബിനീഷ്യോ, മലീഷ്യസ് പ്രോസിക്യൂഷൻ. ഇനി അടുത്ത് നോക്കുന്നത് ഡീഫോമേഷൻ എന്ന ടോർട്ടാണ്. അടുത്തത് നോക്കുന്നത് ഡീഫോമേഷൻ ആണ്. ഡീഫോമേഷൻ എന്ന് പറയുന്ന ടോർട്ട്, ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറയുക, അയാളുടെ റെപ്യൂട്ടേഷനെ, അതായത് അയാളുടെ ക്യാരക്ടറിനെ ബാധിക്കുക, ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ എഗൈൻസ്റ്റ് ആയിട്ടുള്ള ടോർട്ടാണ് ഡീഫോമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സൊസൈറ്റിയിൽ അയാളെ കുറിച്ച് എല്ലാവരും നല്ല രീതിയിലായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സൊസൈറ്റി അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അയാളെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും അയാളെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ള തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നു, അതിനെയാണ് ഡീഫോമേഷൻ എന്ന് പറയുന്നത്. പബ്ലിക്കേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു, വിച്ച് ടെൻസ് ടു, എങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റാ, വിച്ച് ടെൻസ് ടു ലോവർ എ പേഴ്സൺ, ഒരു വ്യക്തിയെ താഴ്ത്തി കെട്ടുന്ന തരത്തിലുള്ളതാണ്, ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് എ റൈറ്റ് തിങ്കിങ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി, അതായത് ജനങ്ങളുടെ, അതായത് ഇയാൾ നല്ലതാണെന്ന് വിചാരിക്കുന്ന സൊസൈറ്റിയിലെ ജനങ്ങളുടെ മുമ്പിൽ ഇയാളെ മോശമാക്കുന്ന, ലോവർ ആക്കി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, വിച്ച് ടെൻസ് ടു മേക്ക് ഷൻ ഓർ അവോയ്ഡ് ദാറ്റ് പേഴ്സൺ, സൊസൈറ്റി അയാളെ, സമൂഹം അയാളെ കളിയാക്കാനോ അല്ലെങ്കിൽ സമൂഹം അയാളെ അവോയ്ഡ് ചെയ്യാനോ മാറ്റി നിർത്താനോ ഒക്കെ വേണ്ടിയിട്ടുള്ള തരത്തിൽ എന്തെങ്കിലും മോശമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെയാണ് ഡീഫോമേഷൻ എന്ന ടോർട്ട് പറയുന്നത്. അതായത് ഒരാളെ കുറിച്ച് അപവാദം പറയുക, അതാണ് ഉദ്ദേശം, അതായത് മോശമായിട്ട് അയാളുടെ ക്യാരക്ടർ ചിത്രീകരിക്കുക. അപ്പൊ ഈ ഡീഫോമേഷൻ എന്ന് പറയുന്നതിന്റെ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് വിൻഫീൽഡ് ആണ് കേട്ടോ. വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ ആണിത് ഡീഫോമേഷന്റെ. ഓക്കെ, വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. പബ്ലിക്കേഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യുക, അത്
എന്തിനു വേണ്ടിയിട്ടാ? സൊസൈറ്റിയിൽ നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ ആളുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആളെ കുറിച്ച് മോശമായി പറയുകയാണ് എങ്കിൽ അതിനാണ് ഡിഫോമേഷൻ എന്ന് പറയുന്നത്. ഡിഫോമേഷൻ അറ്റ് ദ സെയിം ടൈം ഒരു സിവിൽ ആയിട്ടുള്ള റോങ് ആണ്. ടോർട്ടിന്റെ അണ്ടറിൽ വരുന്ന സിവിൽ റോങ്ങും ആണ്, നമ്മുടെ IPC അണ്ടറിൽ വരുന്ന ഒരു ക്രൈമും ആണ്. പണിഷ്മെന്റും കിട്ടാം, അതേപോലെ തന്നെ കോമ്പൻസേഷനും കിട്ടാം. രണ്ടും വരാവുന്ന ഒരു കുറ്റമാണ്, ഒരു ടോർട്ടാണ് ഡിഫോമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടോർട്ടും ആണ്, അറ്റ് ദ സെയിം ടൈം ക്രൈമും ആണ്. അപ്പൊ ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം ആണ്, അതിന് പണിഷ്മെന്റും കിട്ടാം, ഇംപ്രസൺമെന്റ് ഒക്കെ കിട്ടാം. അതോടൊപ്പം തന്നെ സിവിൽ റോങ് ആണ്, അതിന് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരവും കിട്ടാം. അപ്പൊ രണ്ടുമാണെന്ന് ഓർക്കാട്ടോ. ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ സിവിൽ റോങ്ങും ആണ്, ക്രൈമും ആണ്. ഇനി 3 ടൈപ്പ് ഉണ്ട്. ഈ ഡിഫോമേഷനെ 3 ടൈപ്സ് ആയിട്ടാണ് പറയുന്നത്. ടോട്ടൽ 3 ടൈപ്പുകളായിട്ട് ടോർട്ടില് ഡിഫോമേഷൻ എന്ന ടോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ 1 ലിബല്, 2 സ്ലാൻഡർ, 3 ഇൻവെന്റോ. ഇങ്ങനെ 3 ഫോംസിൽ 3 രീതികളിൽ ഡിഫോമേഷനെ പറയുന്നുണ്ട്. 1 ലിബൽ ആയിട്ടുള്ള രീതിയിൽ ഡിഫോം ചെയ്യുക, അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലിബൽ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ റിട്ടൺ ആയിട്ടുള്ള, എഴുതി പെർമനന്റ് ആയിട്ടുള്ള ഫോം. എഴുതി വെച്ചേക്കുന്ന സാധനമൊക്കെ പെർമനന്റ് അല്ലേ? അപ്പൊ എഴുതി പെർമനന്റ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുണ്ട്, പടം വരച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് എഴുതിയോ ആർട്ടിക്കിൾ എഴുതിയോ പത്രത്തിൽ കൊടുത്തോ അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ റിട്ടൺ ആയിട്ടുള്ള രീതിയിൽ, പെർമനന്റ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ ഒരാളെ കുറിച്ച് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അയാളെ റൈറ്റ് തിങ്കിങ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് അയാളെ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ സൊസൈറ്റി അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് അയാളെ കുറിച്ച് ഫാൾസ് ആയിട്ടുള്ളത് പറയുകയാണ് എങ്കിൽ അത് റിട്ടൺ ആയിട്ടുള്ള രീതിയിലും എഴുതി പെർമനന്റ് ആയിട്ടുള്ള രീതിയിലൂടെ ആണെങ്കിൽ അത് ലിബൽ ആയിട്ടുള്ള ഫോമിലാണ്, ലിബൽ രീതിയിലാണ് ആ ഡിഫോമേഷൻ നടത്തിയെന്ന് പറയാം. അതായത് പിക്ചർ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, ഒരാളെ മോശമാക്കിയ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ആഡ് ഇറക്കുകയോ പരസ്യമോ അല്ലെങ്കിൽ ഫിലിമിലൂടെയോ അല്ലെങ്കിൽ എനിത്തിങ് അഡ്രസ്ഡ് ടു ഐ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലാണ് ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അപവാദപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും, കണ്ണും കൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിൽ. ഇപ്പൊ ഫോട്ടോ ആണെങ്കിലും എഴുതിയതൊക്കെ ആണെങ്കിലും കാണാലോ. അപ്പൊ കാണാൻ പറ്റുന്ന തരത്തിലാണ്, അഡ്രസ്ഡ് ടു ഐ, കണ്ണിന് കാണാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിലൂടെയാണ് നമ്മൾ ഒരാളെ കുറിച്ച് ഡിഫോം ചെയ്യുന്നതെങ്കിൽ അത് ലിബൽ ആണെന്ന് പറയും. ലിബൽ ഫോമിലുള്ള ഡിഫോമേഷൻ ആണ്. ഇനി സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്ലാൻഡർ ആയിട്ടുള്ള രീതിയിലാണ് ഡിഫോമേഷൻ എന്ന് പറയുന്നത്. SLANDR. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഓറൽ ആയിട്ട്, നമ്മൾ വാഗുകൊണ്ട് പറയുകയാണ്. ഓറൽ ആയിട്ടോ സ്പോക്കൺ വേർഡ്സ്, വാക്കുകൾ കൊണ്ട് പറയുന്ന പോലെ ജെസ്റ്റേഴ്സ്. ജെസ്റ്റേഴ്സ് മീൻസ് നമ്മുടെ ആക്ഷൻസ് വഴിയായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ആക്ഷൻസ് കാണിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തുക അയാളെ അല്ലെങ്കിൽ അയാളെ കുറിച്ച് അപവാദം പറയുക, അങ്ങനെ. അപ്പൊ നമ്മുടെ ജെസ്റ്റേഴ്സ് വഴിയായിട്ടോ നമ്മുടെ സ്പോക്കൺ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള വേർഡ്സ് വഴിയായിട്ട് ഓറൽ ആയിട്ടുള്ള രീതിയിലൂടെ, അതായത് അഡ്രസ്ഡ് ടു ഐ, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലാണ് ഒരാളെ കുറിച്ച് അപവാദം പറയുന്നത്, ഒരാളെ കുറിച്ച് അപവാദം പറയുന്നെങ്കിൽ അതാണ് സ്ലാൻഡർ ആയിട്ടുള്ള രീതിയിലാണ് ഡിഫോമേഷൻ നടത്തിയെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇനുവെൻഡോ. അടുത്തതാണ് പറയുന്നത് ഇനുവെൻഡോ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ ഡിഫോമേഷൻ എന്ന് പറയുന്നത് ഇനുവെൻഡോ ഫോമിൽ എന്ന് പറയാൻ കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അതിൽ നമുക്ക് ഡിഫോമേറ്ററി ആയിട്ടുള്ള, അതായത് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് തോന്നില്ല. പക്ഷെ അതിലൊരു ഇന്നർ മീനിങ് ഉണ്ട്. പ്രിമാ ഫേഷ്യേ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ നോട്ടത്തിൽ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിൽ ഒരിക്കലും ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതോ അപവാദം പറയുന്നത് പോലെ നമുക്ക് തോന്നില്ല. അതൊരു ടോട്ടായിട്ട് ഡിഫോമേഷൻ ടോട്ടായിട്ട് തോന്നില്ല ആ സെന്റൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ. പക്ഷേ അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്. ആ മീനിങ് എന്താണ്? ഈ പറയുന്ന തരത്തിൽ ഒരാളെ ഡിഫോം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. അപ്പൊ ഇനുവെൻഡോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് പ്രിമാ ഫേഷ്യ. അപ്പൊ ഡിഫോമേഷനിൽ ഇനുവെൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ്മെന്റ് വിച്ച് പ്രിമാ ഫേഷ്യ വുഡിൻ ബി ഡിഫോമേഷൻ. പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ ആ സ്റ്റേറ്റ്മെന്റ്, ആ വാചകം കേട്ടാൽ നമുക്ക് ഒരു ഡിഫോമേഷൻ, ഒരാളെ മോശമായിട്ട് ചിത്രീകരിച്ചാന്ന് തോന്നില്ല. ബട്ട് എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ സർക്കംസ്റ്റൻസ്, പക്ഷെ ചില സാഹചര്യങ്ങളിൽ മേക്ക് ദ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് തോന്നും? ഡിഫോമേറ്ററി ആയിട്ട്, അതൊരു അപവാദമായിട്ട് നമുക്ക് ചില സിറ്റുവേഷനിൽ ആ സ്റ്റേറ്റ്മെന്റ് തോന്നാം. ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ തോന്നില്ല, പക്ഷെ അത് ചില സിറ്റുവേഷൻസിൽ അതൊരു ഡിഫോമേറ്ററി ആയിട്ട് തോന്നും. ഇപ്പൊ ഒരാള് നിങ്ങളൊരു ഹരിചന്ദ്രനാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഓക്കെ ഹരിചന്ദ്രനാണ് എന്നേ ഉള്ളൂ, പക്ഷെ അതിനൊരു ഇന്നർ മീനിങ് ഒരാളെ ഡിഫോം ചെയ്യുന്ന, മോശമാക്കപ്പെടുത്തുന്ന തരത്തിലാണ് പറയുന്നതെന്ന് ചില സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അതിൽ ഡിഫോമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, അപവാദം പറയുന്ന പോലെ തോന്നില്ല, പക്ഷെ അതിൽ ഉള്ളില് ഈ പറയുന്ന തരത്തിൽ ചില സിറ്റുവേഷനിൽ അതൊരു ഡിഫോമേറ്ററി ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇനി ഡിഫോമേഷനുമായി ബന്ധപ്പെട്ട കേസ്, 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ഉണ്ട്. ഈ കേസിന്റെ പേര് ഓർത്തിരിക്കുക കേട്ടോ. ഹൾട്ടൺ വേഴ്സസ് ജോൺസും മോറിസൺ വേഴ്സസ് റിച്ചി, RITCHE. ഹൾട്ടൺ വേഴ്സസ് ജോൺസും മോറിസൺ വേഴ്സസ് റിച്ചിയാണ് ഡിഫോമേഷനുമായി ബന്ധപ്പെട്ട 2 കേസ് വരുന്നത്. അപ്പൊ ഈ കേസ് വന്നിട്ട് ഇത് ഡിഫോമേഷനുമായി ബന്ധപ്പെട്ടാണോ എന്ന് ചോദിച്ചാൽ അത് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് നെർവസ് ഷോക്ക്.
നെർവസ് ഷോക്ക് എന്ന് പറയുന്നത് അടുത്ത ടോർട്ടാണ്. അപ്പോൾ ടോർട്ടിൽ നമ്മൾ അടുത്ത ലാസ്റ്റ് ടോർട്ടാണ് പറയുന്നത് നെർവസ് ഷോക്ക് എന്ന് പറയുന്നത്. നെർവസ് ഷോക്ക് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഓഫ് ദി പേഴ്സണെ അഫക്ട് ചെയ്യുന്ന ടോർട്ടാണ്. എല്ലാ ടോർട്ടും നമ്മുടെ ബോഡീനെ തന്നെ അഫക്ട് ചെയ്യണമെന്നില്ല. അല്ലാതെ എല്ലാ സിവിൽ റോങ്ങുകളും ഒരു വ്യക്തിക്ക് അഫക്ട് ചെയ്യുന്ന സിവിൽ റോങ്ങുകളൊക്കെ എല്ലാം അയാളുടെ ബോഡീനെ തന്നെ അഫക്ട് ചെയ്യുന്ന ഡിഫോമേഷൻ അയാളുടെ ക്യാരക്ടറിനെയാണ്. നേരത്തെ പറഞ്ഞ അസോൾട്ട്, പിന്നെ അതുപോലെ തന്നെ ബാറ്ററി, അങ്ങനെയുള്ളതൊക്കെ നെഗ്ലിജൻസ് ഒക്കെ ബോഡീനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാം ഈ ബോഡീനെ അഫക്ട് ചെയ്യണമെന്നില്ല. ചിലത് എന്തായിരിക്കും ട്രസ്പാസ് ഒക്കെ പ്രോപ്പർട്ടിനെയാണ്. ഈ പറയുന്ന നെർവസ് ആയിട്ടുള്ള ഷോക്ക് എന്ന് പറയുന്നത് അയാളുടെ മെന്റൽ ആയിട്ടുള്ള ഹെൽത്തിനെ, മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ, മെന്റൽ ഹെൽത്തിനെയാണ് ഒരു പേഴ്സന്റെ അഫക്ട് ചെയ്യുന്നത്. അതായത് ഒരു മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും, ഒരു നെർവസ് ഷോക്ക് ഉണ്ടാക്കുകയും ഒരു ഡിഫൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ പ്രവൃത്തി വഴിയായിട്ട്, ആക്ട് ഒമിഷനോ വഴിയായിട്ട് എന്നിലൊരു, ഇപ്പൊ പ്ലെയിൻറ്റിഫ് ആണ് ഞാനെങ്കിൽ എന്നിലൊരു നെർവസ് ഷോക്ക് ഉണ്ടാക്കി അതുവഴിയായിട്ട് എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ചു എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് എഗനസ്റ്റ് ആയിട്ട്, ഡിഫൻഡന്റ് എഗനസ്റ്റ് ആയിട്ട് സൂട്ട് കൊടുത്ത് എനിക്ക് ഡാമേജസ് തന്നെ എന്താ, കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കിട്ടും. അപ്പൊ നെർവസ് ഷോക്ക് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഓഫ് ദി പേഴ്സണെ അഫക്ട് ചെയ്യുന്ന ടോർട്ടാണ് നെർവസ് ഷോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതാണ് ഈ ടോർട്ട് വന്നാലും. വിക്കിൻസൺ വേഴ്സസ് ഡൗൺ ടോണും അതുപോലെ തന്നെ ഹാൻഡ്ബ്രൂക്ക് വേഴ്സസ് സ്റ്റോക്സും ആണ് ഈ നെർവസ് ഷോക്കിൽ വരുന്ന രണ്ട് കേസസ്. അതിന്റെ പേര് ഓർത്തേക്കാം. അപ്പൊ സോ ഇത്രയാണ് പല തരത്തിലുള്ള ടോർട്ടുകൾ പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ടോർട്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ സിവിൽ റോങ് ആണ് ടോർട്ട് എന്ന് പറഞ്ഞു, ഒരു വ്യക്തിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള സിവിൽ റോങ് ആണ്, അതിന് കോമ്പൻസേഷൻ നമുക്ക് കിട്ടും സൂട്ട് കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പല തരത്തിലുള്ള ടോർട്സ്, അസോൾട്ട്, ബാറ്ററി, മേഹിമ, അതുപോലെ തന്നെ നമ്മൾ നെഗ്ലിജൻസ്, ട്രെസ്പാസ്, ഇങ്ങനെയുള്ള നോയിസൻസ്, ഡിഫോമേഷൻ, നെർവസ് ഷോക്ക് മുതലായ ടോർട്സുകളാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലയബിലിറ്റീസ്, ഇത് ടോർട്ടുമായി ബന്ധപ്പെട്ട ലയബിലിറ്റീസും അതുപോലെ തന്നെ ടോർട്ടിൽ എടുക്കാൻ പറ്റുന്ന, ഈ ഡിഫൻഡന്റ് എഗനസ്റ്റ് ആയിട്ട് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞ കേസ് കൊടുക്കുമല്ലോ പ്ലെയിൻറ്റിഫ്, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിഫൻസ്, നമ്മൾ IPC ജനറൽ എക്സെപ്ഷൻസ് പറഞ്ഞില്ല, ഒഴിവുകൾ, അതുപോലെ തന്നെ ഇവിടെയും എന്തൊക്കെയാണ് ഡിഫൻസ്, അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി എടുക്കാൻ പറ്റുന്ന ഡിഫൻസസ് എന്തൊക്കെയാണ് ഡിഫൻഡന്റ് എന്നുള്ളതും കൂടിയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ടോർട്ടിന്റെ ക്ലാസ് തീരും. അപ്പോൾ സോ നിങ്ങൾ ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവരൊക്കെയാണെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ മാക്സിമം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കുറച്ച് തിരക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ കണ്ട് യൂസ്ഫുൾ ആക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.